ഇന്ന് നോക്കാൻ പോകുന്നത് 2024 ഡിസംബർ 5 നടത്തിയ തിയേറ്റർ അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 173/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ പറയുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. ഓപ്ഷൻ ബി പീറ്റർലൂ കൂട്ടക്കൊല, റഷ്യൻ വിപ്ലവം. ഓപ്ഷൻ സി ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവം. ഓപ്ഷൻ ഡി പാരീസ് ഉടമ്പടി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി? അത് ഓപ്ഷൻ ബി പീറ്റർലൂ കൂട്ടക്കൊലയാണ് കേട്ടോ. പീറ്റർലൂ കൂട്ടക്കൊല. അപ്പം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനി ഈ പീറ്റർലൂ കൂട്ടക്കൊല എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് അത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല എന്ന് പറയപ്പെടുന്നത്. എന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അത് 1789 കേട്ടോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 പാരീസ് ഉടമ്പടി 1783 കേട്ടോ. പാരീസ് ഉടമ്പടി വർഷം ചോദിച്ചാല് 1783. ഇനി ലോങ് മാർച്ച് വർഷം ചോദിച്ചാല് അത് 1934 കേട്ടോ. ലോങ് മാർച്ചിന്റെ വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 1934. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പൊയ്കയിൽ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ ചങ്ങനാശ്ശേരി, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി ഇരവിപേരൂർ, ഓപ്ഷൻ ഡി എറണാകുളം. അത് ഓപ്ഷൻ സി ഇരവിപേരൂരാണ് കേട്ടോ. പൊയ്കയിൽ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഇരവിപേരൂരാണ്. ഇനി അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാല് അത് ഏതാണ്? അത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS ആണ് കേട്ടോ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം എന്നാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909 കേട്ടോ. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായത്. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ഇരവിപേരൂരാണ് കേട്ടോ. ഇരവിപേരൂർ പത്തനംതിട്ട ജില്ലയിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. ഇരവിപേരൂർ പത്തനംതിട്ട. PRDSന്റെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് കുമാര ഗുരുദേവനാണ് കേട്ടോ. കുമാര ഗുരുദേവൻ. ഇനി PRDSന്റെ മുഖപത്രം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDSന്റെ മുഖപത്രം ചോദിച്ചാല് അത് ആദിയാർ ദീപമാണ് കേട്ടോ. ആദിയാർ ദീപം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ. ഓപ്ഷൻ എ TK മാധവൻ, ഓപ്ഷൻ ബി T പ്രകാശം, ഓപ്ഷൻ സി K കേളപ്പൻ, ഓപ്ഷൻ ഡി GP പിള്ള. അത് ഓപ്ഷൻ സി കേളപ്പനാണ് കേട്ടോ. 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് K കേളപ്പനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. അത് ഓപ്ഷൻ ഡി ഫസൽ അലിയാണ് കേട്ടോ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഫസൽ അലിയാണ്. ബാക്കി അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് അത് HN കുൻസ്രു, KM പണിക്കർ കേട്ടോ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ബാക്കി അംഗങ്ങൾ HN കുൻസ്രു, KM പണിക്കരും ഉണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ, നേതാക്കൾ. പത്രത്തിന്റെ പേര് പറയാം. ബംഗാളി പത്രം ആരാണ് സ്ഥാപിച്ചത്? അത് സുരേന്ദ്രനാഥ ബാനർജിയാണ് കേട്ടോ. ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇനി വന്ദേ മാതരം പത്രം ആരാണ് സ്ഥാപിച്ചത്? വന്ദേ മാതരം പത്രം അത് ലാല ലജ്പത് റായ് ആണ് കേട്ടോ. വന്ദേ മാതരം പത്രം ലാല ലജ്പത് റായ്. ഇനി അമൃത് ബസാർ പത്രിക
ആര് സ്ഥാപിച്ചത് പത്രമാണ്? അത് ശിശിർ കുമാർ ഘോഷ് ആണ് കേട്ടോ. അമൃത് ബസാർ പത്രിക സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷ് ആണ്. ഇനി വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ്? വോയിസ് ഓഫ് ഇന്ത്യ അത് ദാദാഭായ് നവറോജി ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി, വന്ദേ മാതരം പത്രം ലാലാ ലജ്പത് റായ്, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി കേട്ടോ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കേരള ജ്യോതി, ഓപ്ഷൻ ബി കേരള രത്നം, ഓപ്ഷൻ സി കേരള പ്രഭ, ഓപ്ഷൻ ഡി കേരള ശ്രീ. അത് ഓപ്ഷൻ ബി കേരള രത്നമാണ് കേട്ടോ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ കേട്ടോ. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. ഇനി 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആരാണ്? അത് MK സാനു ആണ് കേട്ടോ. 2024 കേരള ജ്യോതി പുരസ്കാര നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് MK സാനു ആണ്. ഇനി 2024 കേരള പ്രഭ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ S സോമനാഥ് ഉണ്ട്, ഭുവനേശ്വരി ഉണ്ട് കേട്ടോ. ഡോക്ടർ S സോമനാഥ് ബന്ധപ്പെട്ട മേഖല ഏതാണെന്ന് ചോദിച്ചാൽ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഭുവനേശ്വരി കൃഷിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഇനി കേരള ശ്രീ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് സഞ്ജു സാംസൺ കായികവുമായി ബന്ധപ്പെട്ടത്, കലാമണ്ഡലം വിമല മേനോൻ കല, ഡോക്ടർ TK ജയകുമാർ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, നാരായണ ഭട്ടതിരി കാലിഗ്രാഫിയാണ്. ഇനി ഷൈജ ബേബി സാമൂഹിക സേവനം ആശാ പ്രവർത്തക കേട്ടോ. ഷൈജ ബേബി ബന്ധപ്പെട്ട മേഖല ഏതാണെന്ന് വെച്ചാൽ സാമൂഹിക സേവനം ആശാ പ്രവർത്തക. ഇനി VK മാത്യൂസ് ഉണ്ട്, അദ്ദേഹം വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യവസായം വാണിജ്യം. അപ്പൊ ഒന്നുകൂടെ പറയാം, 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവ് MK സാനു, കേരള പ്രഭ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഡോക്ടർ S സോമനാഥ് സയൻസ് ആൻഡ് ടെക്നോളജി, ഭുവനേശ്വരി കൃഷിയുമായി ബന്ധപ്പെട്ട്. ഇനി കേരള ശ്രീ പുരസ്കാര ജേതാക്കൾ സഞ്ജു സാംസൺ കായികം, കലാമണ്ഡലം വിമല മേനോൻ കല, ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രാഫി, ഷൈജ ബേബി സാമൂഹിക സേവനം ആശാ പ്രവർത്തക, VK മാത്യൂസ് ബന്ധപ്പെട്ട മേഖല ഏതാണെന്ന് ചോദിച്ചാൽ വ്യവസായം വാണിജ്യം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി മേഘാലയ. അത് ഓപ്ഷൻ എ മണിപ്പൂരാണ് കേട്ടോ. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാല് മണിപ്പൂരാണ്. ഈ മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന പേരെന്താണ്? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന പേരാണ് മിൽപ്പ എന്നറിയപ്പെടുന്നത് കേട്ടോ. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന പേരാണ് മിൽപ്പ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ജൂം കൃഷിരീതി നിലവിലുള്ള മേഖലകളാണ് വടക്ക് കിഴക്കൻ ഇന്ത്യ കേട്ടോ. ജൂം കൃഷിരീതി നിലവിലുള്ള മേഖലയാണ് വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മധ്യരേഖ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ശരിയാണോ ഈ പ്രസ്താവന? രണ്ട് പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. മധ്യരേഖ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ഇനി കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, രണ്ട് പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, മധ്യരേഖ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ഇനി കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഇനി കോറിയോലിസ് ബലം എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാല് അത് കോറിയോലിസ് ബലമാണ് കേട്ടോ. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാല് അത് കോറിയോലിസ് ബലമാണ്. ഇനി കോറിയോലിസ് പ്രഭാവം മൂലം തെക്ക് പടിഞ്ഞാറൻ മൺസൂണായി മാറുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. ഏതാണ്? കോറിയോലിസ് പ്രഭാവം മൂലം തെക്ക് പടിഞ്ഞാറൻ മൺസൂണായി മാറുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാല് അത് തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. ഇനി
ഭൂമധ്യരേഖയില് കോറിയോലിസ് ബലം 0 ആയിരിക്കും കേട്ടോ. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം 0 ആയിരിക്കും. കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? അത് ധ്രുവ പ്രദേശത്താണ് കേട്ടോ. കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ഓപ്ഷൻ എ ശൃംഖലാ വിശകലനം, ഓപ്ഷൻ ബി ആവർത്തി മേഖല, ഓപ്ഷൻ സി ആവർത്തി വിശകലനം, ഓപ്ഷൻ ഡി ഓവർലേ വിശകലനം. അത് ഓപ്ഷൻ ഡി ഓവർലേ വിശകലനമാണ് കേട്ടോ. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം എന്ന് ചോദിച്ചാൽ അത് ഓവർലേ വിശകലനമാണ്. ഇനി ഒരു പ്രദേശത്തിന്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന വിശകലനമാണ് ഓവർലേ വിശകലനം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഒരു പ്രദേശത്തിന്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന വിശകലനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓവർലേ വിശകലനമാണ്. ഇനി ശൃംഖല വിശകലനം എന്താണ്? അത് ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രം വിശകലനത്തിന് വിധേയമാക്കുന്ന വിശകലനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശൃംഖല വിശകലനമാണ് കേട്ടോ. റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയവ രേഖീയ സവിശേഷതകളാണ് കേട്ടോ. റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയവ രേഖീയ സവിശേഷതകളാണ്. ഇനി ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്താവുന്നതും തിരക്ക് കുറഞ്ഞതുമായ വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്ന വിശകലനമാണ് ശൃംഖലാ വിശകലനം. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്താവുന്നതും തിരക്ക് കുറഞ്ഞതുമായ വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്ന വിശകലനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശൃംഖലാ വിശകലനമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, രചന ഡോബ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ബിയാസ് രവി നദികൾക്കിടയിൽ, ഓപ്ഷൻ ബി രവി ചിനാബ് നദികൾക്കിടയിൽ, ഓപ്ഷൻ സി ചിനാബ് ചലം നദികൾക്കിടയിൽ, ഓപ്ഷൻ ഡി ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. രവി ചിനാബ് നദികൾക്കിടയിലാണ് കേട്ടോ. രചന ഡോബ് സ്ഥിതി ചെയ്യുന്നത് രവി ചിനാബ് നദികൾക്കിടയിലാണ്. ഇനി പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗം അറിയപ്പെടുന്ന പേരേതാണ്? പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗം അറിയപ്പെടുന്ന പേരാണ് ഡോബ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഈ ബിസ്ത് ഡോബ് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ നദികൾക്കിടയിലാണ്? ബിസ്ത് ഡോബ് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് സത്ലജ് നദികൾക്കിടയിലാണ് ബിസ്ത് ഡോബ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ബാരി ഡോബ് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് രവി നദികൾക്കിടയിലാണ് കേട്ടോ. ബാരി ഡോബ് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് രവി നദികൾക്കിടയിലാണ്. ഇനി ചാച്ച് ഡോബ് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ചലം നദികൾക്കിടയിലാണ് കേട്ടോ. ചാച്ച് ഡോബ് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ചലം നദികൾക്കിടയിലാണ്. ഇനി സിന്ധ് സാഗർ ഡോബ് സ്ഥിതി ചെയ്യുന്നത് ചലം സിന്ധു നദികൾക്കിടയില്. ഏതാണ്? സിന്ധ് സാഗർ ഡോബ് സ്ഥിതി ചെയ്യുന്നത് ചലം സിന്ധു നദികൾക്കിടയിലാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം? ഓപ്ഷൻ എ പ്രയാഗ്രാജ്, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി ആഗ്ര, ഓപ്ഷൻ ഡി സൂററ്റ്. അത് ഓപ്ഷൻ ഡി സൂററ്റ് ആണ് കേട്ടോ. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാല് അത് സൂററ്റ് ആണ്. ലക്നൗ ഏത് നദിയുടെ തീരത്താണ്? ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിയുടെ തീരത്താണ് കേട്ടോ. ഗോമതി നദിയുടെ തീരത്താണ് ലക്നൗ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഗാന്ധിനഗർ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഗാന്ധിനഗർ നഗരം സ്ഥിതി ചെയ്യുന്നത് അത് സബർമതി നദിയുടെ തീരത്താണ് കേട്ടോ. ഗാന്ധിനഗർ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് സബർമതി നദിയുടെ തീരത്താണ് കേട്ടോ. ഇനി അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാല് അത് സബർമതിയാണ് കേട്ടോ. അഹമ്മദാബാദും സബർമതി നദിയുടെ തീരത്താണ്. ഇനി കട്ടക്ക് ഏത് നദിയുടെ തീരത്താണ്? കട്ടക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ് കേട്ടോ. കട്ടക്ക് നഗരം മഹാനദിയുടെ തീരത്താണ്. ഇനി മധുര നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് വൈഗയാണ് കേട്ടോ. മധുര നഗരം സ്ഥിതി ചെയ്യുന്നത് വൈഗ നദിയുടെ തീരത്താണ്. ചെന്നൈ നഗരം സ്ഥിതി ചെയ്യുന്നത് അടയാറിന്റെ തീരത്താണ് കേട്ടോ. ചെന്നൈ നഗരം സ്ഥിതി ചെയ്യുന്നത് അടയാറിന്റെ തീരത്താണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം? ഓപ്ഷൻ എ കർബുഡെ, ഓപ്ഷൻ ബി ഡാസ് ഗൺ, ഓപ്ഷൻ സി ചിപ്ലൂൺ,
ഓപ്ഷൻ ഡി ഫോസ്ക് ഫോസ്റ്റ് ഏതാ? അത് ഓപ്ഷൻ എ ആണ് കേട്ടോ, കർബുഡയാണ്. എന്താണ്? കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണെന്ന് ചോദിച്ചാല് അത് കർബുഡയാണ് കേട്ടോ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം അത് ബേലാപൂർ ഭവൻ മഹാരാഷ്ട്രയാണ് കേട്ടോ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാല് ബേലാപൂർ ഭവൻ, നവി മുംബൈ, മഹാരാഷ്ട്ര. ഇനി കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പട്ടണങ്ങൾ എവിടെ മുതൽ എവിടം വരെയാണ്? അത് റോഹ മഹാരാഷ്ട്രയിലെ റോഹ മുതല് കർണാടകയിലെ മാംഗ്ലൂർ വരെയാണ് കേട്ടോ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പട്ടണങ്ങൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗ്ലൂർ വരെയാണ്. ഇനി കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്ത വർഷം 1998 ജനുവരി 26. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്ത വർഷം 1998 ജനുവരി 26. ആരാണ് കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത്? അത് AB വാജ്പേയി ആണ് കേട്ടോ. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് AB വാജ്പേയി ആണ്. ഇനി കൊങ്കൺ റെയിൽവേ പാതയുടെ നീളം ചോദിച്ചാല് 760 കിലോമീറ്റർ ആണ് കേട്ടോ. കൊങ്കൺ റെയിൽവേ പാതയുടെ നീളം 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ പാതയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമാണ് കർബുഡെ കേട്ടോ. കൊങ്കൺ പാതയിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെക്കാൻ ഒഡീസി ആണ് കേട്ടോ. ഡെക്കാൻ ഒഡീസി. ഇനി കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പി ആരാണ്? കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പി ആരാണ്? അത് ഇ ശ്രീധരൻ ആണ് കേട്ടോ. ഇ ശ്രീധരൻ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇ ശ്രീധരൻ കേട്ടോ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. ഇനി കൊങ്കൺ റെയിൽവേ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ എന്താണ്? കൊങ്കൺ റെയിൽവേ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാല് കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. ഏതൊക്കെയാണ്? കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര. ഇനി കൊങ്കൺ പാത വഴിയുള്ള ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ ആരംഭിച്ച പ്രോജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് രക്ഷാ കവചാണ് കേട്ടോ. ഏതാണ്? കൊങ്കൺ പാത വഴിയുള്ള ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ ആരംഭിച്ച പ്രോജക്റ്റ് ആണ് രക്ഷാ കവച്. ഇനി റെയിൽവേ ട്രാക്കുകളിലൂടെ ട്രക്കുകൾ വഴി സുഗമമായി ചരക്കു നീക്കം ഉറപ്പാക്കുന്ന കൊങ്കൺ റെയിൽവേ പദ്ധതിയാണ് റോറോ ട്രെയിൻ അഥവാ റോൾ ഓൺ റോൾ ഓഫ് കേട്ടോ. റെയിൽവേ ട്രാക്കുകളിലൂടെ ട്രക്കുകൾ വഴി സുഗമമായി ചരക്കു നീക്കം ഉറപ്പാക്കുന്ന കൊങ്കൺ റെയിൽവേ പദ്ധതിയാണ് റോറോ ട്രെയിൻ അഥവാ റോൾ ഓൺ റോൾ ഓഫ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? അത് ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി PC മഹലനോബിസ് ആണ് കേട്ടോ. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാല് PC മഹലനോബിസ് ആണ്. എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം പറഞ്ഞേ? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം ചോദിച്ചാല് 1956 തൊട്ട് 61 വരെയാണ് കേട്ടോ. 1956 തൊട്ട് 61 വരെയാണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്നത് വ്യവസായത്തിനാണ് കേട്ടോ. വ്യവസായം. മഹലനോബിസ് മാതൃകയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ചില്ലറ വില, ഓപ്ഷൻ ബി മൊത്ത വില, ഓപ്ഷൻ സി ഉൽപാദക വില, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അത് ഓപ്ഷൻ എ ചില്ലറ വിലയാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചില്ലറ വിലയാണ്. ഇനി ഒരു സാധാരണ ഉപഭോക്താവ് വാങ്ങുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള വിലയുടെ അളവുകോലാണ് റീറ്റെയിൽ വില സൂചിക എന്നറിയപ്പെടുന്നത് കേട്ടോ. എന്താണ്? ഒരു സാധാരണ ഉപഭോക്താവ് വാങ്ങുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള വിലയുടെ അളവുകോൽ അറിയപ്പെടുന്നതാണ് റീറ്റെയിൽ വില സൂചിക എന്നറിയപ്പെടുന്നത്. ഇനി ദേശീയ വരുമാനത്തിന്റെയും ചെലവിന്റെയും പണവും യഥാർത്ഥ മൂല്യവും അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലാണ് മൊത്ത വില സൂചിക എന്നറിയപ്പെടുന്നത്. ദേശീയ വരുമാനത്തിന്റെയും ചെലവിന്റെയും പണവും യഥാർത്ഥ മൂല്യവും അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലാണ് മൊത്ത വില സൂചിക എന്നറിയപ്പെടുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ഓപ്ഷൻ എ ഉപഭോഗം, ഓപ്ഷൻ ബി നിക്ഷേപം, ഓപ്ഷൻ സി വിതരണം, ഓപ്ഷൻ ഡി
ചെലവ്. അത് ഓപ്ഷൻ ബി നിക്ഷേപമാണ് കേട്ടോ. സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഏതിനാ? അത് നിക്ഷേപത്തിനാണ് കേട്ടോ, നിക്ഷേപം. ഇനി ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മുംബൈ ആണ് കേട്ടോ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് മുംബൈ ആണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് സെൻസെക്സ് എന്നാണ് കേട്ടോ, സെൻസെക്സ്. ഇനി സെൻസെക്സിന്റെ പൂർണ്ണരൂപം പൂർണ്ണരൂപം സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് കേട്ടോ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് സെൻസെക്സിന്റെ പൂർണ്ണരൂപം. ഇനി സെൻസെക്സ് എന്ന പദം നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? സെൻസെക്സ് എന്ന പദം നിർദ്ദേശിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ദീപക് മൊഹാനിയാണ് കേട്ടോ, ദീപക് മൊഹാനി. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാല് അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാല് അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1992 കേട്ടോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? അതും മുംബൈ ആണ് കേട്ടോ, മുംബൈ. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നതാണ് നിഫ്റ്റി എന്നറിയപ്പെടുന്നത് കേട്ടോ. എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നറിയപ്പെടുന്നു. ഇനി കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1978 എന്നാണ്, 1978. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. ഓപ്ഷൻ എ കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ ബി കാർവേ കമ്മിറ്റി, ഓപ്ഷൻ സി രംഗരാജൻ കമ്മിറ്റി, ഓപ്ഷൻ ഡി ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. അത് ഓപ്ഷൻ ബി കാർവേ കമ്മിറ്റിയാണ് കേട്ടോ. ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാല് അത് കാർവേ കമ്മിറ്റിയാണ്. ഇനി എന്താണ് കോത്താരി കമ്മീഷൻ? അത് ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം വികസിപ്പിക്കുന്നതിനായി 1964 ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കോത്താരി കമ്മീഷൻ. ഇനി എന്താണ് രംഗരാജൻ കമ്മിറ്റി? അത് രാജ്യത്തെ ദാരിദ്ര്യ നിലവാരം കണക്കാക്കുന്നതിനായി 2012 ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് രംഗരാജൻ കമ്മിറ്റിയാണ്. രാജ്യത്തെ ദാരിദ്ര്യ നിലവാരം കണക്കാക്കുന്നതിനായി 2012 ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാല് അത് രംഗരാജൻ കമ്മിറ്റിയാണ് കേട്ടോ. ഇനി ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്താണ്? അത് സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി ലോക രാജ്യങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1983 സ്ഥാപിതമായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഉപസംഘടനയാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി ലോക രാജ്യങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1983 സ്ഥാപിതമായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഉപസംഘടനയാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഇനി കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് ചെറുകിട വ്യവസായങ്ങളുടെയും ഗ്രാമീണ മേഖലകളുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ കമ്മീഷൻ 1955 രൂപീകരിച്ച കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ചെയർമാൻ ആരാണ്? അത് DG കാർവേ ആണ് കേട്ടോ. കാർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാല് അത് DG കാർവേ, ദത്താത്രേയ ഗോപാൽ കാർവേ എന്നാണ് മുഴുവൻ പേര് കേട്ടോ. ഇനി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത പുറത്തു പറഞ്ഞ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർവേ കമ്മിറ്റിയാണ്. ഏതാണ്? ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത പുറത്തു പറഞ്ഞ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാല് അത് കാർവേ കമ്മിറ്റിയാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, WTO സ്ഥാപിതമായ വർഷം. അത് ഓപ്ഷൻ എ 1995 ആണ് കേട്ടോ. WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി 1 എന്നാണ്. 1995 ജനുവരി 1. ഇനി ലോക വ്യാപാര സംഘടനയിലെ നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 166 ആണ് കേട്ടോ. ലോക
വ്യാപാര സംഘടനയിലെ നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 166 ഇനി ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് അത് ഗാട്ട് ആണ് കേട്ടോ. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് അഥവാ ഗാട്ട്, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം? അത് ഓപ്ഷൻ ബി കേരളമാണ് കേട്ടോ. ഇന്ത്യയില് പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാല് അത് കേരളമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമാണ് കേരളം. 19ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻ എ 101, ഓപ്ഷൻ ബി 111, ഓപ്ഷൻ സി 95, ഓപ്ഷൻ ഡി 80. അത് 111 കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാല് 111. ഇനി 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ചോദിച്ചാല് 105 ആണ് കേട്ടോ. 105. ഇനി 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക്? 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് ചോദിച്ചാല് 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അത് 115 ആണ് കേട്ടോ. 115. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് തുങ്കൻ കമ്മിറ്റി, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കാക്ക കലേക്കർ കമ്മിറ്റി, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, നാലാമത് പറഞ്ഞിരിക്കുന്നത് അശോക് മേത്ത കമ്മിറ്റി. ഏതൊക്കെയാണ്? അത് ഓപ്ഷൻ എ ആണ്. 1, 3, 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഇതൊക്കെ എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? അത് ഓപ്ഷൻ സി അവശിഷ്ട അധികാരങ്ങളാണ് കേട്ടോ. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളാണ്. ഇനി അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് അനുച്ഛേദം 248 ആണ്. ഇനി അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാല് അത് കാനഡയിൽ നിന്നാണ് കേട്ടോ. അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയില് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഓപ്ഷൻ എ ജനങ്ങൾ നേരിട്ട്, ഓപ്ഷൻ ബി പാർലമെന്റ് അംഗങ്ങൾ, ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ, ഓപ്ഷൻ ഡി പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അത് ഓപ്ഷൻ ഡി പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് കേട്ടോ. ഇന്ത്യയിലെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് അനുച്ഛേദം 54 ആണ് കേട്ടോ. അനുച്ഛേദം 54. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചു വരുന്ന വോട്ടിംഗ് രീതി ഏതാണെന്ന് ചോദിച്ചാല് അത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് കേട്ടോ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചു വരുന്ന വോട്ടിംഗ് രീതി ഏതാണെന്ന് ചോദിച്ചാല് അത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വക്കം പുരുഷോത്തമൻ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കെ മുരളീധരൻ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പി ശ്രീരാമകൃഷ്ണൻ, നാലാമത് പറഞ്ഞിരിക്കുന്നത് സി രവീന്ദ്രനാഥ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആരൊക്കെയാണ്? വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനുമാണ് നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികള്. ഇനി ഒന്നിലധികം തവണ കേരള സ്പീക്കറായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഈ വക്കം പുരുഷോത്തമൻ കേട്ടോ. ഒന്നിലധികം തവണ കേരള സ്പീക്കറായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. ഇനി ഏറ്റവും കൂടുതൽ കാലം കേരള സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരാണ്? അതും വക്കം പുരുഷോത്തമനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം കേരള സ്പീക്കർ ആയിരുന്ന വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ, പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? അത് പാർട്ട് 2ലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ പാർട്ട് 2ലാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ,
താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി.ടി. ഉഷ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1 തെറ്റ് 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി.ടി. ഉഷ. ഇനി രാജ്യസഭയുടെ കാലാവധി പറയുന്നുണ്ടോ? രാജ്യസഭയുടെ കാലാവധി ഇല്ല കേട്ടോ. രാജ്യസഭയുടെ കാലാവധി ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ് കേട്ടോ. എന്താണ്? രാജ്യസഭയിലെ 1/3 അംഗങ്ങള് 2 വർഷം കൂടുന്തോറും വിരമിക്കുകയും പുതിയ അംഗത്തെ നിയമിക്കുകയും ചെയ്യുന്നു. ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചോദിച്ചാൽ അതാരാണ്? അത് സർദാർ കെ.എം. പണിക്കരാണ് കേട്ടോ. സർദാർ കെ.എം. പണിക്കരാണ്. ഇനി രാഷ്ട്രപതി ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് രുക്മിണി ദേവി അരുന്തേലയാണ് കേട്ടോ. രാഷ്ട്രപതി ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് രുക്മിണി ദേവി അരുന്തേല. ഇനി പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത സിനിമാ നടൻ ചോദിച്ചാൽ അത് പൃഥ്വിരാജ് കപൂർ ആണ് കേട്ടോ. പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത സിനിമാ നടനാണ് പൃഥ്വിരാജ് കപൂർ. ഇനി പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത സിനിമാ നടി ചോദിച്ചാൽ അത് നർഗീസ് ദത്ത് ആണ് കേട്ടോ. നർഗീസ് ദത്ത്. ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളികളുടെ എണ്ണം എത്രയാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളികളുടെ എണ്ണം ചോദിച്ചാൽ അത് 7 ആണ് കേട്ടോ. 7. ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി ചോദിച്ചാൽ അതാരാണ്? അത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ഇനി രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിത ചോദിച്ചാൽ അത് ലക്ഷ്മി എൻ മേനോനാണ്. രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ. 2 പ്രസ്താവനകളാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്. മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തെരഞ്ഞെടുക്കുക. രണ്ടും ശരിയാണോ? രണ്ടും തെറ്റാണോ? ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ടും തെറ്റാണ് കേട്ടോ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ താരം ആരാണെന്ന് വെച്ചാൽ അത് സുരേഷ് ഗോപിയാണ് കേട്ടോ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ താരം സുരേഷ് ഗോപിയാണ്. 3ാം മോദി മന്ത്രിസഭയിലെ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. എന്താണ്? 3ാം മോദി മന്ത്രിസഭയിലെ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ച ലോക്സഭാ മണ്ഡലം ഏതാണ്? അത് തൃശ്ശൂരാണ് കേട്ടോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ച ലോക്സഭാ മണ്ഡലം ചോദിച്ചാല് തൃശ്ശൂരാണ്. ഇനി കേരള നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആരാണ്? കേരള നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബി.ജെ.പി. സ്ഥാനാർത്ഥി ചോദിച്ചാൽ അത് ഒ രാജഗോപാലാണ് കേട്ടോ. ഒ രാജഗോപാൽ. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രസ്താവന ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ പ്രസ്താവന ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. എന്താണ്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇനി പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പ്രസ്താവിച്ച പാശ്ചാത്യ ചിന്തകൻ ആരാണ്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പ്രസ്താവിച്ച പാശ്ചാത്യ ചിന്തകനാണ് എൻ ഗ്ലാഡൻ കേട്ടോ. എൻ ഗ്ലാഡൻ. എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് കേട്ടോ. എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇനി പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് എന്താണ്? പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്നതാണ്
ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്നത് കേട്ടോ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇനി എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇനി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ്, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവർ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇനി ഉദാഹരണം പറഞ്ഞാല് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇതൊക്കെ എന്താണ്? അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതൊക്കെ എന്താണ്? അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നതാണ്. ഇനി കേന്ദ്ര സർവീസ് എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവർ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവർ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതൊക്കെ കേന്ദ്ര സർവീസിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതൊക്കെ എന്താണ്? കേന്ദ്ര സർവീസിന് കീഴിൽ വരുന്ന വകുപ്പുകളാണ്. ഇനി സംസ്ഥാന സർവീസ് എന്താണ്? സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവർ സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു കേട്ടോ. സംസ്ഥാന തലത്തിൽ നിയമിക്കപ്പെടുന്ന ഇവർ സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് സർവീസ് കേട്ടോ, സെയിൽസ് ടാക്സ് സർവീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ്. മൂന്നാമത്തെ പ്രസ്താവന വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണർ ആണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണ്? സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഇനി വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണർ ആണ് കേട്ടോ. സംസ്ഥാനത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന ഏജൻസിയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നറിയപ്പെടുന്നത്. എന്താണ്? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നറിയപ്പെടുന്നത്. ആസ്ഥാനം ചോദിച്ചാല് തിരുവനന്തപുരമാണ് കേട്ടോ. ഇനി വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വിജിലൻസ് കോടതിയാണ്. എന്താണ്? വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതിയാണ് വിജിലൻസ് കോടതി എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഇന്ത്യയില് കേന്ദ്രതല വിജിലൻസ് കമ്മീഷന്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സന്താനം കമ്മിറ്റിയാണ് കേട്ടോ, സന്താനം കമ്മിറ്റി. 30ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ്, കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. കേന്ദ്ര സർവീസുകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, കേന്ദ്ര സർവീസ് ഉദാഹരണമാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രസ്താവന ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. ഇനി ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് ഈ സാക്ഷരതയാണ് കേട്ടോ. എന്താണ്? ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത കേട്ടോ, ഈ സാക്ഷരത. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ,
വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, വിവരാവകാശ കമ്മീഷന് കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന, കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന, മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ എന്ന് പറയുന്നത്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. രണ്ടാമത്തെ പ്രസ്താവന, സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. മൂന്നാമത്തെ പ്രസ്താവന, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ലോക്പാലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. ലോക്പാൽ നിയമം നിലവിൽ വന്നത് 2014 ജനുവരി 16 ലോക്പാൽ നിയമം നിലവിൽ വന്നത് 2014 ജനുവരി 16 ലോക്പാലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? അത് LM സിംഗ്വി ആണ് കേട്ടോ. ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് LM സിംഗ്വി. ഇനി ഇന്ത്യയില് ലോക്പാൽ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 1ാം ഭരണ പരിഷ്കാര കമ്മീഷനാണ്. ഇന്ത്യയില് ലോക്പാൽ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് 1ാം ഭരണ പരിഷ്കരണ കമ്മീഷൻ. ഇനി ലോക്പാലിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാല് ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങളാണ്. ഇനി ഇന്ത്യയുടെ നിലവിലെ ലോക്പാലിന്റെ അധ്യക്ഷൻ ആരാണ്? അത് അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ആണ് കേട്ടോ. AM ഖാൻവിൽക്കർ അഥവാ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ സെറിബ്രം, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി ഹൈപ്പോതലാമസ്, ഓപ്ഷൻ ഡി മെഡുല്ല ഒബ്ലോങ്കേറ്റ. അത് ഓപ്ഷൻ ബി സെറിബെല്ലം ആണ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ലം. ഈ 35ാമത്തെ ക്വസ്റ്റ്യൻ, വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കോളറ, ഓപ്ഷൻ ബി ന്യൂമോണിയ, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ്, ഓപ്ഷൻ ഡി ടൈഫോയിഡ്. അത് ഓപ്ഷൻ ഡി ടൈഫോയിഡ് ആണ് കേട്ടോ. ഇനി ടൈഫോയിഡ് ബാധിക്കുന്ന പ്രധാന അവയവം ഏതാണ്? ടൈഫോയിഡ് ബാധിക്കുന്ന പ്രധാന അവയവം ചോദിച്ചാൽ അത് കുടലാണ് കേട്ടോ. കുടൽ. ടൈഫോയിഡ് രോഗത്തിന്റെ രോഗകാരി ആരാണ്? അത് സാൽമൊണല്ല ടൈഫി ആണ് കേട്ടോ. രോഗകാരി ആരാണെന്ന് വെച്ചാൽ അത് സാൽമൊണല്ല ടൈഫി ആണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്, ഓപ്ഷൻ ബി ലിപ്പിഡ്, ഓപ്ഷൻ സി പ്രോട്ടീൻ, ഓപ്ഷൻ ഡി ജീവകങ്ങളും ധാതുക്കളും. അത് ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ് ആണ്. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടമാണ് കാർബോഹൈഡ്രേറ്റ്. ഇനി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ ചേർന്നുണ്ടായ സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധാനികം അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ്. എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് ധാനികം അഥവാ കാർബോഹൈഡ്രേറ്റ്. 1 ഗ്രാം അന്നജത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എത്രയാണ്? 1 ഗ്രാം അന്നജത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എത്രയാണെന്ന് വെച്ചാൽ അത് 4.1 കലോറിയാണ് കേട്ടോ. 4.1 കലോറിയാണ്. ഇനി ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രധാന ആഹാര ഘടകം മാംസ്യം അഥവാ പ്രോട്ടീൻ ആണ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ്
ഇൻസുലിൻ എന്നറിയപ്പെടുന്ന കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻസുലിൻ ആണ്. ഇനി ആഗ്നേയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന അന്തസ്രാവി കോശങ്ങളുടെ കൂട്ടം ഏതാണ്? ആഗ്നേയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന അന്തസ്രാവി കോശങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് കേട്ടോ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ഉണ്ട്. ഇനി ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്നത്. ഐലറ്റ് ഓഫ് ലാംഗർഹാൻസില് ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും കാണപ്പെടുന്നു. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്നത്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി മീഥൈൻ, ഓപ്ഷൻ ഡി നൈട്രസ് ഓക്സൈഡ്. അത് ഓപ്ഷൻ ബി ഓക്സിജൻ ആണ് കേട്ടോ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഇനി ഏതൊക്കെയാണ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ? അത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്. ഇതൊക്കെ എന്താണ്? ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഹരിതഗൃഹ പ്രവാഹം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹരിതഗൃഹ പ്രഭാവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജോസഫ് ഫോറിയർ ആണ് കേട്ടോ. ജോസഫ് ഫോറിയർ ആണ്. ഇനി ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ഇനി ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് ശുക്രനാണ്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ചോദിച്ചാൽ അത് ശുക്രനാണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു ജീവകം എ സീറോഫ്താൽമിയ, ഓപ്ഷൻ ബി ജീവകം ഡി റിക്കറ്റ്സ്, ഓപ്ഷൻ സി ജീവകം B1 പെല്ലഗ്ര, ഓപ്ഷൻ ഡി ജീവകം സി സ്കർവി. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പം ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് ഏതൊക്കെയാണ്? നിശാന്തതയുണ്ട്, സീറോഫ്താൽമിയ ഉണ്ട് കേട്ടോ. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത, സീറോഫ്താൽമിയ. ഇനി ജീവകം B1ന്റെ അപര്യാപ്തത രോഗം ഏതാണ്? B1ന്റെ അത് ബെറിബെറി ആണ് കേട്ടോ. ജീവകം B1ന്റെ അപര്യാപ്തത രോഗം ബെറിബെറിയും ജീവകം B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് ഏത്? പെല്ലഗ്ര. ഏതാണ്? പെല്ലഗ്ര. ഇനി ജീവകം ഇയുടെ അപര്യാപ്തത രോഗം ഏതാണ്? ജീവകം ഇയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വന്ധ്യതയാണ് കേട്ടോ. വന്ധ്യത. ഇനി ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്കർവിയാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏത്? ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. അത് ഓപ്ഷൻ എ വൈറസ് ആണ് കേട്ടോ. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറസ് ആണ്. ഇനി വെസ്റ്റ് നൈൽ പനി പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ് കേട്ടോ. വെസ്റ്റ് നൈൽ പനി പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. കേരളത്തിൽ ആദ്യമായി വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏത്? അത് ഓപ്ഷൻ ഡി ആർദ്രമാണ് കേട്ടോ. ആർദ്രം. ഏതാണ്? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർദ്രം പദ്ധതിയാണ്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തോട്ട് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിൽ എത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര എന്നാണ് ചോദ്യം. ഞാൻ ആൻസർ അങ്ങ് പറയാം കേട്ടോ. 5 കിലോമീറ്റർ ആണ് കേട്ടോ. 5 കിലോമീറ്റർ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. മൂന്നാമത്തെ പ്രസ്താവന, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഏതൊക്കെയാണ്? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാകുന്നു.
ഇനി പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. ഇവ രണ്ടും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ്? ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുമ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവും ആയിരിക്കും കേട്ടോ. ഒരു നിശ്ചിത പ്രവേഗത്തില് മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിന്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവും ആയിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ് കേട്ടോ. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. ഇനി പ്രവർത്തനവും പ്രതിപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ന്യൂട്ടന്റെ ചലന നിയമം ചോദിച്ചാൽ അത് മൂന്നാം ചലന നിയമമായിരിക്കും കേട്ടോ. മൂന്നാം ചലന നിയമം. രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ ഒരു ബലം പ്രവർത്തനവും ഇതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാക്കുന്ന ബലം പ്രതിപ്രവർത്തനവുമാണ്. എന്താണ്? രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ ഒരു ബലം പ്രവർത്തനവും ഇതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാക്കുന്ന ബലം പ്രതിപ്രവർത്തനവും ആയിരിക്കും. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കിലോ വാട്ട് അവർ, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി ജൂൾ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി ഹോഴ്സ് പവർ. അത് ഓപ്ഷൻ എ കിലോ വാട്ട് അവർ ആണ് കേട്ടോ. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് കിലോ വാട്ട് അവർ ആണ്. ഇനി പവറിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജൂൾ പെർ സെക്കൻഡ്, വാട്ട്, ഹോഴ്സ് പവർ. ഇതൊക്കെ എന്താണ്? പവറിന്റെ യൂണിറ്റുകളാണ്. ഏതൊക്കെയാണ്? ജൂൾ പെർ സെക്കൻഡ്, വാട്ട്, ഹോഴ്സ് പവർ. പവറിന്റെ SI യൂണിറ്റ് ഏതാണ്? പവറിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? അത് വാട്ട് ആണ് കേട്ടോ. പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. ഇനി ഒരു കുതിരശക്തി അഥവാ ഒരു ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്നത് എന്താണ്? എത്രയാണ്? ഒരു ഹോഴ്സ് പവർ അഥവാ ഒരു കുതിരശക്തി എന്നറിയപ്പെടുന്നത് 746 വാട്ടാണ് കേട്ടോ. 746 വാട്ട്. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, നാസ ഗോസ് യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം. ഓപ്ഷൻ എ പടിഞ്ഞാറൻ അർദ്ധഗോളങ്ങളിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം. ഓപ്ഷൻ ബി ധ്രുവ പ്രദേശങ്ങളിലെ പര്യവേഷണം. ഓപ്ഷൻ സി ഭൂമിയുടെ കിഴക്കൻ അർദ്ധഗോളങ്ങളിലെ വാർത്താവിനിമയം. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പടിഞ്ഞാറൻ അർദ്ധഗോളങ്ങളിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ് കേട്ടോ. നാസ ഗോസ് യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപ വൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മപുരം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കായംകുളം. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ്. ബ്രഹ്മപുരം, കോഴിക്കോട്. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപ വൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരവും കോഴിക്കോടും. ഇനി കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയമാണ് ഏത്? ബ്രഹ്മപുരം കേട്ടോ. കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ചോദിച്ചാൽ അത് ബ്രഹ്മപുരം, എറണാകുളമാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളമാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം, കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ നാഫ്തയിൽ പ്രവർത്തിക്കുന്ന താപ വൈദ്യുത നിലയമായ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കായംകുളമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ നാഫ്തയിൽ പ്രവർത്തിക്കുന്ന താപ വൈദ്യുത നിലയമായ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് കായംകുളം, ആലപ്പുഴയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 47ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ എ നിക്കല്, ഓപ്ഷൻ ബി ആന്റിമണി, ഓപ്ഷൻ സി പലേഡിയം, ഓപ്ഷൻ ഡി ബെറിലിയം. അത് ഓപ്ഷൻ ബി ആന്റിമണിയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് ആന്റിമണിയാണ്. ഇനി ബാബിറ്റ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടിന്ന്, ആന്റിമണി, ചെമ്പ്. ഏതൊക്കെയാണ്? ടിന്ന്, ആന്റിമണി, ചെമ്പ്. ഇതൊക്കെ എന്താണ്? ബാബിറ്റ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ്. ഇനി ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെമ്പ്, ടിന്ന്, സിങ്ക് കേട്ടോ. ചെമ്പ്, ടിന്ന്, സിങ്ക്. ഇതൊക്കെ എന്താണ്? ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ്. ഇനി പിച്ചളയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? പിച്ചളയിൽ അടങ്ങിയിരിക്കുന്നത് അത് ചെമ്പും സിങ്കും ആണ് കേട്ടോ. കോപ്പറും സിങ്കും. പിച്ചളയിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പറും സിങ്കും. ഓട് അഥവാ ബ്രോൺസ്, അതിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ, ടിന്ന് കേട്ടോ. കോപ്പർ, ടിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, 48ാമത്തെ ക്വസ്റ്റ്യൻ, റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ബി സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി ഗാഢ നൈട്രിക് ആസിഡ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് അസറ്റിക് ആസിഡ്.
അത് ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് കേട്ടോ. റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇനി റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ്? അക്വാറീജി ആണ് കേട്ടോ. റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് അക്വാറീജി ആണ്. അക്വാറീജിയിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള അനുപാതം എത്രയാണ്? അക്വാറീജിയിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ അത് 1:3 ആണ് കേട്ടോ. 1:3. ഇനി സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ കുലീന ലോഹങ്ങളെ ലയിപ്പിക്കുന്ന ദ്രാവകമാണ് അക്വാറീജി എന്ന് പറയുന്നത്. സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ കുലീന ലോഹങ്ങളെ ലയിപ്പിക്കുന്ന ദ്രാവകം ഏതാണെന്ന് വെച്ചാൽ അത് അക്വാറീജി ആണ് കേട്ടോ. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓപ്ഷൻ എ ലിഥിയം, ഓപ്ഷൻ ബി ടങ്സ്റ്റൺ, ഓപ്ഷൻ സി ഗാലിയം, ഓപ്ഷൻ ഡി ഓസ്മിയം. അത് ഓപ്ഷൻ ഡി ഓസ്മിയം ആണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാല് ഓസ്മിയം ആണ് കേട്ടോ. ഓസ്മിയം. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? അത് ലിഥിയമാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിച്ചാല് ലിഥിയമാണ്. ഇനി കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ്? കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ചോദിച്ചാല് അത് ഗാലിയമാണ് കേട്ടോ. ഗാലിയം. ഇനി മൃദുലോഹങ്ങൾ ഏതൊക്കെയാണ്? മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് അത് സോഡിയവും പൊട്ടാസ്യവും ആണ് കേട്ടോ. സോഡിയവും പൊട്ടാസ്യവുമാണ് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി പൂനെ. അത് ഓപ്ഷൻ സി ഹൈദരാബാദ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് ഹൈദരാബാദ് ആണ്. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ഡിസംബർ 12, ഓപ്ഷൻ ബി ജനുവരി 27, ഓപ്ഷൻ സി മാർച്ച് 7, ഓപ്ഷൻ ഡി നവംബർ 10. അത് ഓപ്ഷൻ ഡി നവംബർ 10 ആണ്. ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് നവംബർ 10 ആണ് കേട്ടോ. ഇനി ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം എന്നാണെന്ന് ചോദിച്ചാല് അത് ഫെബ്രുവരി 28 ആണ് കേട്ടോ. CV രാമൻ പ്രഭാവം കണ്ടുപിടിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആചരിക്കുന്നത് കേട്ടോ. എന്നാണ് CV രാമന് നോബൽ പ്രൈസ് കിട്ടിയത്? 1930. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ ബി MB പോൾ, ഓപ്ഷൻ സി കുട്ടിക്കൃഷ്ണമാരാര്, ഓപ്ഷൻ ഡി കേസരി എ ബാലകൃഷ്ണപിള്ള. അത് ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇനി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? അത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. ഇനി ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രധാന നോവലുകളാണ് പ്രൊഫസർ, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത്. ഇതൊക്കെ എന്താണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രധാന നോവലുകളാണ് കേട്ടോ. പ്രൊഫസർ, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത്. ഇതൊക്കെ പ്രശസ്തമായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരിയുടെ നോവലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 53ാമത്തെ ക്വസ്റ്റ്യൻ, കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഈ വരികൾ ആര് എഴുതിയതാണ്? ഓപ്ഷൻ എ ONV, ഓപ്ഷൻ ബി വയലാർ, ഓപ്ഷൻ സി അക്കിത്തം, ഓപ്ഷൻ ഡി ഇടശ്ശേരി. അത് ഓപ്ഷൻ ഡി ഇടശ്ശേരിയാണ് കേട്ടോ. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. അത് ഇടശ്ശേരിയുടെ വരികളാണ്. ഇനി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് അത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് കേട്ടോ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇടശ്ശേരി എഴുതിയ രാഷ്ട്രീയ നാടകം ചോദിച്ചാല് അത് കൂട്ടുകൃഷിയാണ് കേട്ടോ. ഇടശ്ശേരി എഴുതിയ രാഷ്ട്രീയ നാടകം ചോദിച്ചാല് കൂട്ടുകൃഷിയാണ്. ഇനി ഇടശ്ശേരിയുടെ പ്രധാന കൃതികൾ ചോദിച്ചാല് പൂതപ്പാട്ട്, കറുത്ത ചെട്ടിച്ചുകൾ, ഒരു പിടി നെല്ലിക്ക, പുത്തൻ കലവും അരിവാളും. ഇതൊക്കെ എന്താണ്? ഇടശ്ശേരിയുടെ പ്രധാന കൃതികളാണ്. ഒന്നുകൂടെ പറയാം, പൂതപ്പാട്ട്, കറുത്ത ചെട്ടിച്ചുകൾ, പുത്തൻ കലവും അരിവാളും, ഒരു പിടി നെല്ലിക്ക. ഇതൊക്കെ ഇടശ്ശേരിയുടെ പ്രധാന കൃതികളാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 54ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ എ ഷബീർ അലി, ഓപ്ഷൻ ബി സുനിൽ ഛേത്രി, ഓപ്ഷൻ സി ബൈചുങ് ഭൂട്ടിയ, ഓപ്ഷൻ ഡി IM വിജയൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സുനിൽ ഛേത്രിയാണ് കേട്ടോ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത്
സുനിൽ ഛേത്രിയാണ്. ഇനി രാജ്യാന്തര ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് സുനിൽ ഛേത്രി കേട്ടോ. രാജ്യാന്തര ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രിയാണ്. ഇനി രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ നാലാമത്തെ താരമാണ്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ നാലാമത്തെ താരമാണ് സുനിൽ ഛേത്രി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അതും സുനിൽ ഛേത്രിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏത്? ഓപ്ഷൻ എ കുന്തലത, ഓപ്ഷൻ ബി ശാരദ, ഓപ്ഷൻ സി ഇന്ദുലേഖ, ഓപ്ഷൻ ഡി മീനാക്ഷി. അത് ഓപ്ഷൻ സി ഇന്ദുലേഖയാണ്. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവലാണ് ഇന്ദുലേഖ. ഇനി ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? അത് ഒ ചന്തുമേനോനാണ് കേട്ടോ. ഇന്ദുലേഖയുടെ കർത്താവ് ഒ ചന്തുമേനോനാണ്. ഇനി ഒ ചന്തുമേനോന്റെ അപൂർണമായ കൃതി ചോദിച്ചാൽ അത് ശാരദയാണ് കേട്ടോ. ഒ ചന്തുമേനോന്റെ അപൂർണമായ കൃതിയാണ് ശാരദ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 56ാമത്തെ ക്വസ്റ്റ്യൻ, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ എ പി വത്സല, ഓപ്ഷൻ ബി SK വസന്തൻ, ഓപ്ഷൻ സി സക്കറിയ, ഓപ്ഷൻ ഡി സേതു. അത് ഓപ്ഷൻ ബി SK വസന്തനാണ് കേട്ടോ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് അത് NS മാധവനാണ് കേട്ടോ. NS മാധവൻ. ഇനി പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് അത് ശൂരനാട് കുഞ്ഞൻപിള്ള 1993 കേട്ടോ. സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പുരസ്കാര തുക ചോദിച്ചാൽ 5 ലക്ഷം രൂപയാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 57ാമത്തെ ക്വസ്റ്റ്യൻ, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ MG വാസുദേവൻ നായർ, ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായർ, ഓപ്ഷൻ സി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഓപ്ഷൻ ഡി മധുസൂദനൻ നായർ. അത് ഓപ്ഷൻ എ MG വാസുദേവൻ നായരാണ് കേട്ടോ. MG വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് അത് MG വാസുദേവൻ നായരാണ് കേട്ടോ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MG വാസുദേവൻ നായരാണ്. ഇനി MG വാസുദേവൻ നായരുടെ തൂലികാനാമം എന്താണ്? MG വാസുദേവൻ നായരുടെ തൂലികാനാമം K സരളയാണ് കേട്ടോ. K സരള. ആദ്യ നോവൽ ചോദിച്ചാൽ പാതിരാവും പകൽ വെളിച്ചവും. MG വാസുദേവൻ നായരുടെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും. ആദ്യ കഥാസമാഹാരം ചോദിച്ചാൽ രക്തം പുരണ്ട മൺതരികളാണ് കേട്ടോ. MGയുടെ ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ. ഇനി ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച MGയുടെ നോവൽ ഏതാണ്? ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച MGയുടെ നോവൽ ചോദിച്ചാൽ അത് നാലുകെട്ടാണ് കേട്ടോ. നാലുകെട്ട്. ഇനി MG രചിച്ച ഏക നാടകമാണ് ഗോപുര നടയിൽ. ഏതാണ്? MG രചിച്ച ഏക നാടകം ചോദിച്ചാല് അത് ഗോപുര നടയിലാണ് കേട്ടോ. ഗോപുര നടയില്. ഇനി MG സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏതാണ്? MD വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ആദ്യ സിനിമ ചോദിച്ചാല് അത് നിർമാല്യമാണ് കേട്ടോ. നിർമാല്യം. ഇനി MG തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ചോദിച്ചാൽ അത് മുറപ്പെണ്ണാണ് കേട്ടോ. സംവിധാനം ചെയ്ത ആദ്യ സിനിമ നിർമാല്യവും MG തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ചോദിച്ചാൽ അത് മുറപ്പെണ്ണാണ്. മുറപ്പെണ്ണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 58ാമത്തെ ക്വസ്റ്റ്യൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ മൃദംഗം, ഓപ്ഷൻ ബി മദ്ദളം, ഓപ്ഷൻ സി തബല, ഓപ്ഷൻ ഡി ചെണ്ട. അത് ഓപ്ഷൻ ഡി ചെണ്ടയാണ് കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട എന്ന വാദ്യ ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 59ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി ക്യാഷ് മെമ്മറി, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി സെക്കൻഡറി മെമ്മറി. അത് ഓപ്ഷൻ എ റാം ആണ് കേട്ടോ. വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റാം. എന്താണ് റാം? പവർ ഓഫ് ചെയ്യുമ്പോൾ റാമിലെ ഡേറ്റ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് റാം വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്നത് കേട്ടോ. പവർ ഓഫ് ചെയ്യുമ്പോൾ റാമിലെ ഡേറ്റ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് റാം ഒരു വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ എ ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കുകയും തിരുത്തുകയും ചെയ്യുന്നു. ഓപ്ഷൻ ബി ചിത്രങ്ങളും ഗ്രാഫിക്സും സൃഷ്ടിക്കുകയും തിരുത്തുകയും ചെയ്യുന്നു. ഓപ്ഷൻ സി സംഖ്യാ ഡേറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു.
ഓപ്ഷൻ ഡി അവതരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു. അത് ഓപ്ഷൻ സി സംഖ്യാ ഡാറ്റയും കണക്ക് കൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു കേട്ടോ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് സംഖ്യാ ഡാറ്റയും കണക്ക് കൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഇനി ടെക്സ്റ്റ് ഡോക്യുമെന്റ് സൃഷ്ടിക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനുമുള്ള സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസർ എന്ന് പറയുന്നത് കേട്ടോ. ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനുമുള്ള സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസർ എന്നറിയപ്പെടുന്നത്. ഇനി ചിത്രങ്ങളും ഗ്രാഫിക്സും സൃഷ്ടിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത് ഗ്രാഫിക് എഡിറ്റേഴ്സ് എന്നറിയപ്പെടുന്നു കേട്ടോ. ചിത്രങ്ങളും ഗ്രാഫിക്സുകളും സൃഷ്ടിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത് ഗ്രാഫിക് എഡിറ്റേഴ്സ് ആണ്. ഇനി കമ്പ്യൂട്ടറിൽ ഒരു സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ അവതരണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. എന്താണ്? കമ്പ്യൂട്ടറിൽ ഒരു സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ അവതരണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര്? ഓപ്ഷൻ എ മെറ്റ, ഓപ്ഷൻ ബി ബൈദു, ഓപ്ഷൻ സി സ്നാപ്പ്, ഓപ്ഷൻ ഡി ട്വിറ്റർ. അത് ഓപ്ഷൻ എ മെറ്റയാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേരാണ് മെറ്റ. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ആരാണ്? ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ അത് മാർക്ക് സക്കർബർഗ് ആണ് കേട്ടോ. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർക്ക് സക്കർബർഗ് ആണ് കേട്ടോ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡേറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡേറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? ഓപ്ഷൻ എ ബ്രിഡ്ജ്, ഓപ്ഷൻ ബി ഹബ്ബ്, ഓപ്ഷൻ സി സ്വിച്ച്, ഓപ്ഷൻ ഡി റൂട്ടർ. അത് ഓപ്ഷൻ ഡി റൂട്ടർ ആണ് കേട്ടോ. റൂട്ടർ. ഇനി ഒരു ലാനിന്റെ രണ്ട് സെഗ്മെന്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ അത് ബ്രിഡ്ജ് ആണ് കേട്ടോ. ഒരു ലാനിന്റെ രണ്ട് സെഗ്മെന്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. ഇനി കൂടുതൽ കമ്പ്യൂട്ടറുകളെ ഒന്നിപ്പിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം അത് ഹബ് ആണ് കേട്ടോ. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ഇനി ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഡേറ്റ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡാറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യുന്ന ഉപകരണമാണ് സ്വിച്ച്. ഇനി എന്താണ് ഗേറ്റ് വേ? ഒരു വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ എന്നറിയപ്പെടുന്നത് കേട്ടോ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മാൽവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സ്പൈവെയർ, ഓപ്ഷൻ ബി റാൻസം വെയർ, ഓപ്ഷൻ സി ട്രോജൻ ഹോഴ്സ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ ബി റാൻസം വെയർ ആണ് കേട്ടോ. ഏത് മാൽവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് റാൻസം വെയർ ആണ്. എന്താണ്? കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് ബിറ്റ് കോയിനിലൂടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയർ ആണ് റാൻസം വെയർ എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് ബിറ്റ് കോയിനിലൂടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകൾ അറിയപ്പെടുന്ന പേരാണ് റാൻസം വെയർ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ട്രോജൻ ഹോഴ്സ് എന്താണ്? തുടക്കത്തിൽ ഹാനികരമല്ലാത്ത പ്രോഗ്രാം ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് കമ്പ്യൂട്ടറിന്റെ സുരക്ഷയെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ മാൽവെയർ ആണ് ട്രോജൻ ഹോഴ്സ് എന്നറിയപ്പെടുന്നത്. തുടക്കത്തില് ഹാനികരമല്ലാത്ത പ്രോഗ്രാം ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് കമ്പ്യൂട്ടറിന്റെ സുരക്ഷയെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ മാൽവെയർ ആണ് ട്രോജൻ ഹോഴ്സ്. എന്താണ് സ്പൈവെയർ എന്ന് നോക്കാം. ഉപയോക്താവിന്റെ സമ്മതമില്ലാതെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന മാൽവെയർ ആണ് സ്പൈവെയർ കേട്ടോ. ഉപയോക്താവിന്റെ സമ്മതമില്ലാതെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന മാൽവെയർ ആണ് സ്പൈവെയർ എന്നറിയപ്പെടുന്നത്. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ പ്രസ്താവന, വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർതൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ പ്രസ്താവന, സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്.
നാലാമത്തെ പ്രസ്താവന മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് കേട്ടോ. അപ്പൊ ഗാർഹിക പീഡന നിയമപ്രകാരം ആർക്കൊക്കെയാണ് കേസ് കൊടുക്കാൻ പറ്റുന്നത്? വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർതൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാം. ഇനി സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാം. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 65-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ഓപ്ഷൻ എ 1993, ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1990, ഓപ്ഷൻ ഡി 1995. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 66-ാമത്തെ ക്വസ്റ്റ്യൻ. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്ത്? ഓപ്ഷൻ എ മിനിമം 3 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം, ഓപ്ഷൻ ബി മിനിമം 5 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം, ഓപ്ഷൻ സി മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം, ഓപ്ഷൻ ഡി മിനിമം 10 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കേട്ടോ. അപ്പൊ ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 67-ാമത്തെ ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്ര? ഓപ്ഷൻ എ 10 ലക്ഷം രൂപ വരെ, ഓപ്ഷൻ ബി 20 ലക്ഷം രൂപ വരെ, ഓപ്ഷൻ സി 30 ലക്ഷം രൂപ വരെ, ഓപ്ഷൻ ഡി 5 ലക്ഷം രൂപ വരെ. അത് ഓപ്ഷൻ എ 10 ലക്ഷം രൂപ വരെയാണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്രയാണെന്ന് വെച്ചാൽ അത് 10 ലക്ഷം രൂപ വരെയാണ്. ഇനി 68-ാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി? ഓപ്ഷൻ എ 5 ദിവസം, ഓപ്ഷൻ ബി 24 മണിക്കൂർ, ഓപ്ഷൻ സി 48 മണിക്കൂർ, ഓപ്ഷൻ ഡി 30 ദിവസം. അത് ഓപ്ഷൻ സി 48 മണിക്കൂറാണ് കേട്ടോ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭിക്കേണ്ട സമയപരിധി 48 മണിക്കൂറാണ്. ഇനി 69-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ? ഓപ്ഷൻ എ ജയന്തി പട്നായിക്, ഓപ്ഷൻ ബി ലളിത കുമാരമംഗലം, ഓപ്ഷൻ സി പി സതീദേവി, ഓപ്ഷൻ ഡി രേഖ ശർമ്മ. ഇതില് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി രേഖ ശർമ്മയാണ്. എന്നാൽ നിലവിലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ ആണ് കേട്ടോ. വിജയ് കിഷോർ രഹത്കർ ആണ് നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. ഇനി 70-ാമത്തെ ക്വസ്റ്റ്യൻ. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം? ഓപ്ഷൻ എ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഓപ്ഷൻ ബി മനുഷ്യാവകാശ നിയമം, ഓപ്ഷൻ സി സ്ത്രീധന നിരോധന നിയമം, ഓപ്ഷൻ ഡി ഗാർഹിക പീഡന നിയമം. അത് ഓപ്ഷൻ ഡി ഗാർഹിക പീഡന നിയമമാണ് കേട്ടോ. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഗാർഹിക പീഡന നിയമം. അപ്പൊ നമ്മളിന്ന് 70 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പം ഇതിന്റെ ബാക്കി മാത്സ് ഒക്കെ വേറെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതാണ്. താങ്ക് യു.